നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചു. എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ. നമുക്ക് ജോലി കിട്ടുന്ന ആ സമയം മുതൽ തന്നെ നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കണമെന്നും ആ സമയത്ത് തന്നെ തുടങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിച്ചു, 40-ലും 50-ലും 60-ലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽവിഷേഴ്സ്, അവരുടെ കുട്ടികളൊക്കെ ഇപ്പോൾ അവരുടെ കരിയറൊക്കെ ആരംഭിക്കുന്ന സമയമാണ്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്ക് പറ്റിയ വീഴ്ചകൾ അവർക്ക് വരാതിരിക്കാനും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകാനും റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താനും ആവശ്യമെങ്കിൽ നമ്മുടെ നമ്പർ അവർക്ക് ഷെയർ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് വേണ്ട ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ടൂർ ഓപ്പറേറ്ററെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകളിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളിൽ ഒരു 90% ആളുകളും 60 വയസ്സ് പിന്നിട്ടവരാണ്. എന്തായിരിക്കും അതിന് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും കുടുംബവും പലതവണ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന 90% ആളുകളും ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ സാധിച്ചത്, അവരിൽ ഭൂരിഭാഗം ആളുകളും പലവിധ ഗവൺമെൻറ് സർവീസുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളാണ്, വലിയ ബിസിനസ് സംരംഭകരാണ്, പലരും ടാലൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി, അല്ലെ അഡ്വക്കേറ്റ്സ്, അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷനുണ്ട്, കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബോണ്ടുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിസിനസ് അല്ലെങ്കിൽ റെൻ്റൽ ഇൻകം അവർക്ക് വരുന്നുണ്ട്, കൂടാതെ പ്രൊഫഷണൽ ഇൻകം അവർക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ എൻജോയ് ചെയ്യുന്നതിന് ഒരു കാരണം. അവരിൽ ചില ആളുകളോട് സംസാരിച്ചു, കുറച്ച് പേരെങ്കിലും 40-നോ അല്ലെങ്കിൽ 50-നോ ശേഷമെങ്കിലും റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുകയും അതൊക്കെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തവരാണ്. അവർ ഇന്നും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അവർക്ക് സാധിക്കുമെങ്കിൽ ഗൈസ്, നമുക്കും അത് സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. ആ ലക്ഷ്യത്തിലേക്ക് ഞാനും ഉണ്ട് നിങ്ങളുടെ ഒപ്പം. നമുക്ക് ഒന്നിച്ച് നീങ്ങാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.